മലയാളിക്ക് ജീവിതത്തിന്റെ ഭാഗമാണ് യാത്ര. ജോലി ആവശ്യത്തിനും പഠനത്തിനും വ്യക്തിപരമായ കാര്യങ്ങൾക്കുമെല്ലാം അനുദിനം യാത്ര ചെയ്യുന്നവർ. ട്രെയിനുകളും ബസ്സുകളുമെല്ലാം ഒറ്റ നോട്ടത്തിൽ നിരവധി എന്ന് പറയാമെങ്കിലും ഓരോ മലയാളിയുടെയും യാത്ര ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് ട്രെയിനിലെ യാത്ര. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കോ കേരളത്തിലൂടെ കടന്നു പോകുന്നതോ ആയ ട്രെയിനുകൾ ഏറെയുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ നേരിടുന്നത്. മലയാളികൾക്ക് നമ്മുടെ സ്വന്തമെന്ന് പറയാനുള്ള ചില ട്രെയിനുകളുണ്ട്. ദീർഘദൂര ട്രെയിനുകളല്ലാതെ പതിവ് യാത്രകൾക്ക് മലയാളികൾ ആദ്യം തിരഞ്ഞെടുക്കുന്നവയാണിവ. വേണാട്, പരശുറാം, വഞ്ചിനാട്, കണ്ണൂർ എക്സിക്യൂട്ടീവ്, ഇന്റർസിറ്റി എന്നീ ട്രെയിനുകൾ. ഇവയിൽ ഏതെങ്കിലും ഒരു ട്രെയിനിൽ പ്രവൃത്തി ദിവസങ്ങളിലൊന്നിൽ കയറിയാൽ മതി. വലിയ കഷ്ടമാണ് യാത്ര. രാവിലെ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വേണാട്, പാലരുവി, പരശുറാം എക്സ്പ്രസ്സുകളിലെ യാത്രയാണ് ഏറ്റവും കഷ്ടം. ഒന്നിലേറെ ദിവസം നീണ്ട അവധിയോ വാരാന്ത്യ അവധിയോ കഴിഞ്ഞുള്ള ദിവസമാണെങ്കിൽ സ്ഥിതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വേണാട് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോഴേ സീറ്റുകളെല്ലാം നിറഞ്ഞിരിക്കും. കഴക്കൂട്ടവും വർക്കലയും പരവൂരുമെല്ലാം കഴിയുമ്പോൾ വണ്ടി ഏതാണ്ട് നിറയും. പിന്നെ കൊല്ലത്ത് നിന്നും കായംകുളത്ത് നിന്നുമെല്ലാം തിക്കിത്തിരക്കിയാണ് യാത്രക്കാർ ട്രെയിനിൽ കയറിക്കൂടുക. ട്രെയിനിനുള്ളിലാണെങ്കിൽ കാൽ കുത്താൻ ഇടമില്ലാത്ത അവസ്ഥയായിരിക്കും. തൂത്തുക്കുടിയിൽ നിന്നും പുനലൂർ വഴി കൊല്ലത്തെത്തുന്ന പാലരുവി എക്സ്പ്രസ്സിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. കായംകുളം, പത്തനംതിട്ട, കോട്ടയം എന്നിവിടങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിലും MG യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ റിഫൈനറിയിലും ഇൻഫോ പാർക്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണ് വേണാടിലെയും പരശുറാമിലെയും പാലരുവിയിലെയും എല്ലാം യാത്രക്കാർ. ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകളേക്കാൾ യാത്രക്കാരുടെ എണ്ണം കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനുകളിലാണ്. വേണാട് എക്സ്പ്രസ് കൊല്ലത്ത് നിന്ന് പൊയ്ക്കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് പാലരുവി പോകുന്നത്. ഇതാണ് നിറഞ്ഞു കവിഞ്ഞു പോകുന്ന വേണാടിന് ശേഷം പോകുന്ന പാലരുവിയും ദുരിതയാത്ര സമ്മാനിക്കാൻ കാരണം. ഇതിനിടയിൽ കൊല്ലത്ത് നിന്നോ കായംകുളത്ത് നിന്നോ എറണാകുളത്തേക്കൊരു മെമു സർവീസ് ആരംഭിച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പതിവ് യാത്രക്കാർ പറയുന്നത്. കൊല്ലം കഴിഞ്ഞാൽ ഈ ട്രെയിനുകളിലെല്ലാം ഓരോ സ്റ്റേഷനിലും യാത്രക്കാർ ഇറങ്ങുമെങ്കിലും അതിലേറെ യാത്രക്കാരാണ് ആ സ്റ്റേഷനുകളിൽ നിന്ന് കയറാനുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഏതാണ്ട് പിറവം റോഡ്, തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ വലിയ ദുരിതമായിരിക്കും ഈ ട്രെയിനുകളിലെ യാത്ര. തിരുവല്ലയൊക്കെ എത്തുമ്പോൾ യാത്രക്കാർ വാതിലിൽ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാകും. ഈ ട്രെയിനുകളിലെ ഭൂരിഭാഗം പതിവ് യാത്രക്കാരും സീസൺ ടിക്കറ്റുകാരും എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. അടുത്തിടെ ചില ട്രെയിനുകളിൽ ജനറൽ ലോക്കൽ കോച്ചുകളുടെ എണ്ണം കുറച്ചിട്ടുമുണ്ട്. AC ചെയർ കാർ, 3 ടയർ കോച്ചുകളുടെ എണ്ണം കൂട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. ഇതും പതിവ് യാത്രക്കാരെ ദുരിതത്തിലാക്കി. അതുകൊണ്ട് തന്നെ ട്രെയിനിന്റെ വാതിൽപ്പടിയിലും കോച്ചുകൾക്കിടയിലെ ഇടനാഴിയിലുമെല്ലാം വലിയ തിരക്കാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാകുക. ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയാണ് പലപ്പോഴും. മണിക്കൂറുകൾ ഒറ്റക്കാലിലാകും യാത്ര. ദിവസങ്ങൾക്ക് മുൻപ് തിരക്കിനിടയിൽപ്പെട്ട് യാത്രക്കാരിക്ക് പരുക്കേറ്റിരുന്നു. വേണാടിൽ 10 മിനിറ്റിനുള്ളിൽ 2 വനിതാ യാത്രക്കാർ കുഴഞ്ഞു വീണതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. യാത്ര പോകാൻ പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിലെ തിരക്ക് കണ്ട് യാത്ര ഒഴിവാക്കുന്ന മുതിർന്നവർ പോലുമുണ്ടെന്ന് പതിവ് യാത്രക്കാർ പറയുന്നു. പലപ്പോഴും തിരക്ക് കാരണം സിഗ്നൽ കിട്ടിയാലും ട്രെയിനുകൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടാറില്ല. മുന്നിൽ പച്ച തെളിഞ്ഞു കിടക്കുകയാണെങ്കിലും യാത്രക്കാർ വാതിൽപ്പടിയിൽ തൂങ്ങി നിൽക്കുന്നത് കാരണം ഗാർഡുമാർ പച്ചക്കൊടി വീശാറുമില്ല. വന്ദേ ഭാരതിന് കടന്നുപോകാൻ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിൻ പിടിച്ചിടുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ വേറെയുമുണ്ട്. പലപ്പോഴും ട്രെയിനുകൾ വൈകാൻ ഈ പിടിച്ചിടൽ വഴിവെക്കുന്നുണ്ട്. അരമണിക്കൂറോളമാണ് പാലരുവി എക്സ്പ്രസ് മുളന്തുരുത്തിയിൽ ട്രെയിൻ പിടിച്ചിടുന്നത്. ഈ സമയം അത്രയും യാത്രക്കാർ ചൂടും വായു സഞ്ചാരവുമില്ലാതെ കഷ്ടപ്പെടണം. പലവട്ടം യാത്രക്കാർ പ്രതിഷേധിച്ചു. കറുത്ത ബാഡ്ജണിഞ്ഞും പ്രതിഷേധ സമരങ്ങൾ നടത്തിയും തങ്ങളാലാകും വിധം അവർ പ്രതിഷേധിച്ചു. പക്ഷെ ഇതൊന്നും കാണേണ്ടവർ കാണുന്നില്ലെന്നതാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്ന് യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. 1000 യാത്രക്കാർക്ക് അരക്കോച്ചെന്ന റെയിൽവേ സമീപനം മാറണം. ദേശീയപാത 66-ൽ 6 വരിയാക്കൽ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ബസ് യാത്ര വളരെ ദുരിതമാണ്. ഇതുമൂലം ട്രെയിനുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇതും പരശുരാമിനെയും വേണാടിനെയും പാലരുവിയെയും ജനനിബിഡമാക്കുന്നു. യാത്രക്കാർക്ക് എന്തായാലും യാത്ര വേണ്ടെന്ന് വെക്കാനാകില്ല.
എന്ത് ദുരിതം സഹിച്ചിട്ടാണെങ്കിലും അവർ യാത്ര ചെയ്യും. പക്ഷേ അത് അപകടം മുൻപിലാണെന്ന് തിരിച്ചറിയേണ്ടത് അധികാരികളും റെയിൽവേയുമാണ്.